മോനെ, എൻ്റെ മുട്ടിൻ്റെ മുകളിൽ വല്ലാത്ത വേദനയെന്ന് അമ്മായിയമ്മ. മരുമകന് ആ വേദന കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, അമ്മായിമാർ രണ്ടുപേരും കൂട്ടുകാരികളാണത്രേ. എന്ന് വെച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അമ്മമാർ രണ്ടുപേരും കൂട്ടുകാരികൾ. അതിൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? എന്തായാലും മജു പറയുന്ന കഥയൊന്ന് കേൾക്കൂ. മാഡം, എൻ്റെ പേര് മജു. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായതേ ഉള്ളൂ. വിവാഹത്തിന് മുമ്പ് 1-2 പ്രേമങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അമ്മ വിചാരിച്ചു. പക്ഷേ അവസാനം അതൊന്നും സക്സസ് ആയില്ല. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഇനി നീ പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കല്യാണമേ വേണ്ടാന്ന്. ആഹാ, അങ്ങനെ ഉറപ്പിച്ച് പറയാതെ ഒത്തിരി പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് നീ കല്യാണമേ വേണ്ടെന്ന് പറയുമ്പോൾ വേറെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. അവിടേക്ക് നീ എൻ്റെ കൂടെ ഒന്ന് വരണം. ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നീ ഒന്ന് കാണണം. ജോലിയൊക്കെ കിട്ടിയല്ലോ. അമ്മ അതൊക്കെ വേണോ? വന്ന് കണ്ടിട്ട് ഇഷ്ടമില്ലെങ്കിലും ഓക്കെ, ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് അമ്മ എന്നെ നിർബന്ധിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 8 വർഷമായി. പിന്നെ അമ്മയും ഞാനുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. എൻ്റെ ഒരു സഹോദരിയുണ്ട്. വിവാഹം കഴിഞ്ഞതാണ്. ചെന്നൈയിൽ താമസിക്കുന്നു. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പെണ്ണ് കാണാൻ പോയത്. ആദ്യത്തെ പെണ്ണ് കാണലാണേ. പെണ്ണ് എങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്കറിയില്ല. ചുമ്മാ അവിടെ പോയിട്ട് വേണ്ടാന്ന് പറയണം. എന്തായാലും ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ നിൽപ്പുണ്ട്. പക്ഷേ അവർ എൻ്റെ അമ്മയെക്കാളൊക്കെ 10 മടങ്ങ് സുന്ദരിയാണ്. പിന്നെ അവരെ കണ്ടപ്പോഴേ എനിക്കെന്തോ സമാധാനം തോന്നി. കാര്യം ഇവരുടെ മകളാണെങ്കിൽ സൂപ്പർ സുന്ദരിയായിരിക്കുമല്ലോ എന്നാണ് ആദ്യം തോന്നിയത്. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പെൺകുട്ടി വന്നു. ചേടാ, ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങാണോ? ഇവിടെ മറ്റാരുമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അതിശയം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ, ഞാനും ഇവളും തമ്മിൽ പണ്ടേ കൂട്ടുകാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ഇവളെന്നേക്കാൾ 2 വയസ്സിനുള്ളതാണ്. എങ്കിലും ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആദ്യം ഞാൻ ഇറങ്ങും എൻ്റെ വീട്ടിൽ നിന്ന്, പിന്നെ ഇവളുടെ വീട്ടിൽ ചെല്ലും. ഇവളെ ഇവളുടെ അമ്മ എൻ്റെ കൂടാണ് വിടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ തറവാടിൻ്റെ അടുത്താണല്ലോ അവരുടെ വീടും ബന്ധുക്കളുമാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ അമ്മ ഇങ്ങനൊരു കൂട്ടുകാരെ പറ്റി എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഞാനൊട്ട് കണ്ടിട്ടുമില്ല. എന്തായാലും പെൺകുട്ടി എനിക്ക് നന്നായി ബോധിച്ചു. കാര്യം ഞാൻ പ്രേമിച്ച പെൺകുട്ടികളായിരുന്നല്ലോ എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട സുന്ദരിമാർ. ആ സുന്ദരിമാരെക്കാളൊക്കെ നല്ല സൗന്ദര്യമാണ് ഈ പെൺകുട്ടിക്ക്. അപ്പോൾ പിന്നെ ഇവളെ വിവാഹം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാകും നഷ്ടം. പക്ഷേ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ നടന്നാൽ പോരല്ലോ. പലവിധ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി പോയി. പക്ഷേ എന്താ തീരുമാനമെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ വിട്ടു. അപ്പോൾ പെൺകുട്ടി പ്രത്യേകിച്ച് അധികമൊന്നും സംസാരിച്ചില്ല. ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടമായി എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൺഫ്യൂഷനായിരുന്നു. ശരിക്കും ഇഷ്ടം തന്നെയാണോ? ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, പ്രേമോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാവരോടും തുറന്നു പറയണം കേട്ടോ. അല്ലാതെ ചുമ്മാ എസ് മോളിട്ട് അവസാനമാകുമ്പോൾ പ്രശ്നങ്ങളാകരുത് എന്ന് പറഞ്ഞു. ഉടനെ അവൾ എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും സുന്ദരി ഒരു പെണ്ണിൻ്റെ പുറകെ ഒത്തിരി പേർ നടക്കും. അപ്പോൾ പ്രേമം കാണാതിരിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രേമമൊന്നുമില്ല. അമ്മ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കൂ. സംസാരം കേട്ടപ്പോൾ അമ്മ വളർത്തിയ ഇള്ളക്കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇഷ്ടത്തിന് കുറവൊന്നും വന്നില്ല. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാവി അമ്മായിമ്മ എന്നോട് ചോദിച്ചു, മോനെ, നിനക്ക് പെൺകുട്ടി ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, ഇഷ്ടമായി. അവൾക്ക് ഇഷ്ടമായെന്നാ അവളുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവൾക്ക് നേരത്തെ ഇഷ്ടമാ. ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നു. മോൻ്റെ അമ്മ എനിക്ക് നേരത്തെ ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു മാളിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ ഒറീസയിലായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞാണ് നാട്ടിൽ വന്നത്. കല്യാണം കഴിയുന്നതുവരെ മോൻ്റെ അമ്മയും ഞാനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം പിരിഞ്ഞു. രണ്ടുപേരും 2 വഴിക്കായി. മോനെ, ഈ അടുത്ത കാലത്ത് സുരേഷ് മാമൻ്റെ മോൻ്റെ കല്യാണം ഇല്ലായിരുന്നു? അവിടെ വെച്ചാണ് ഇവളെ പിന്നെയും കണ്ടത്. അങ്ങനെയാണ് നാട്ടിൽ സെറ്റിലായ വിവരമൊക്കെ അറിഞ്ഞത്. നിനക്കെന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലോ. പക്ഷേ ബാക്കി കാര്യം പെണ്ണിൻ്റെ അമ്മ പറയുന്നില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പെണ്ണിന് അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനുണ്ട്. അങ്ങേർ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇവരുടെ ജീവിതം മാതൃകാപരം തന്നെയായിരുന്നു. പക്ഷേ നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞതിൽ പിന്നെ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ
വേറൊരു സ്ത്രീയുമായിട്ട് അയാൾ അടുപ്പത്തിലായി. വിവാഹബന്ധം നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെങ്കിലും മോളെയും ഇവളെ ഉപേക്ഷിച്ചിട്ട് അയാൾ ആ സ്ത്രീയുടെ കൂടെയാണ് ഇപ്പോൾ താമസം. അത് കുറച്ച് വർഷമായി അല്ലേടി? 3.5 വർഷമായി ചേച്ചിയെന്ന് അവർ എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തായാലും കല്യാണത്തിന് പെണ്ണിൻ്റെ അച്ഛനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ പെണ്ണിൻ്റെ മാമന്മാരൊക്കെ ഉണ്ട്, അവർ നടത്തിത്തരും. നമുക്ക് പിന്നെ ചോദ്യം പറച്ചിലും ഒന്നുമില്ലല്ലോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ മോളല്ലേ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിലും അധികം ബന്ധുക്കളൊന്നുമില്ല. അമ്മയാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. പിന്നെ പെങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും ഓക്കെയാണ്. അങ്ങനെയാണ് 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം ലളിതമായി നടന്നത്. അമ്മായിയമ്മയ്ക്ക് ഈ ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ. അമിതമായി ലാളിച്ചിട്ടാണ് അവളെ വളർത്തിയത്. അതിൻ്റെതായ ചില കുഴപ്പങ്ങളും കുന്നായ്മകളും അവൾക്കുണ്ട്. ഞാൻ ചിലപ്പോൾ വഴക്കും പറയേണ്ടി വരും. എങ്കിലും ദാമ്പത്യം ഓക്കെ ആയിരുന്നു. കാര്യം പ്രത്യേകിച്ച് അവളെക്കൊണ്ട് എന്നോട് സ്നേഹം വലുതായി പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റവസരങ്ങളിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് നന്നായി സഹകരിക്കാൻ അവൾ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു. അതിൽ മെച്ചമുണ്ടായിരുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അല്ലാതെ ചിലപ്പോൾ മൂശട്ടയാണ്. രാവിലെ കുറേ നേരം കിടന്നുറങ്ങും. പിന്നെ പാചകവും വലുതായി അറിയില്ല. അതൊന്നും എൻ്റെ അമ്മയ്ക്ക് പ്രശ്നമല്ല. എന്നേക്കാൾ വല്ലാത്ത വാത്സല്യമാണ് കൂട്ടുകാരുടെ മകളോട്. മരുമകളാണെന്നുള്ള ചിന്ത പോലുമില്ല. അമ്മ അവളോട് വളരെ സ്ട്രിക്റ്റായിട്ട് നിൽക്കൂ, എങ്കിലേ അവൾ മാറുമെന്ന് പറയുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും, നിനക്കങ്ങ് മാറ്റിയെടുക്കരുതോ? നിൻ്റെ ഭാര്യയല്ലേ, എന്തിനാണ് അവളുടെ വെറുപ്പ് ഞാൻ സമ്പാദിക്കുന്നത്? അതുമാത്രമല്ല അവൾ എൻ്റെ കൂട്ടുകാരുടെ മോളല്ലേ എന്ന് ചോദിച്ച് അമ്മ അതിനൊക്കെ ന്യായീകരിക്കും. അമ്മായിമ്മ മിക്ക ദിവസങ്ങളും വീട്ടിൽ വരും. പിന്നെ പുള്ളിക്കാർക്ക് തനിയെ കഴിയാൻ ഒരു പ്രശ്നവുമില്ല. മകളും ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് ഹസ്ബൻഡ് ഇല്ലായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ അമ്മായിമ്മ എന്നെ വിളിക്കും. കാറിലും ബൈക്കിലുമൊക്കെ എൻ്റെ കൂടെ വരികയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അമ്മേ, എങ്ങനെയാണ് സ്വന്തം ഭർത്താവ് അമ്മയെ ഉപേക്ഷിക്കാനുള്ള സാഹചര്യം വന്നത്? ആ കഥ ഞാൻ അധികം കേട്ടിട്ടില്ല. നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഈ കഥയൊന്നും പറയാൻ അറിയില്ല, വെറുതെ ഇരുന്ന് ചിരിക്കുന്ന ടൈപ്പാ, അമ്മയ്ക്ക് അറിയില്ലേ? അത് ശരിയാടാ. അവളോട് ഒരു സംഭവം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടും. ഞാൻ കാര്യം പറയാം. ഞങ്ങൾ ഒറീസിലായിരുന്നില്ല വർഷങ്ങളോളം. അങ്ങർക്ക് അവിടെ ഒരു ഷോപ്പ് മറ്റോ ആയിരുന്നു. കുറേ കാലം ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിൻ്റെ സ്വത്തുവകകളൊക്കെ നാട്ടിൽ തർക്കത്തിൽ കിടന്നത് ശരിയായി കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് കേരളത്തിൽ പോയി സെറ്റിൽ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്നത്. പണമൊക്കെ അപ്പോൾ ഇഷ്ടം പോലെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയത്. ഇവിടെയും അദ്ദേഹം ഒറീസയിൽ ചെയ്ത ബിസിനസ് പോലെയുള്ള ബിസിനസ്സുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് മോനെ, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്ത നടുവേദന. പല ഡോക്ടർമാരെയും കാണിച്ചു. നട്ടലിൻ്റെ എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു. പക്ഷേ വലിയ പ്രശ്നങ്ങൾ കാണാനില്ല. എങ്കിലും എനിക്ക് നിവരാൻ വയ്യ. പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളായി. നടുവേദന കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ ഒരു സന്തുലിതാവസ്ഥ ആകെ തെറ്റി. പിന്നെ മോൾക്ക് അവൾക്ക് പാചകമോ വീട് നന്നായി മാനേജ് ചെയ്യാനോ ഒന്നും അറിയില്ല. ഞാൻ ഒട്ടും പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ പ്രശ്നങ്ങളായി, ചെറിയ വഴക്കുകളായി. പിന്നെ ഞാൻ മോനോട് ഒരു കാര്യം തുറന്നു പറയാം, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. ഇല്ലമ്മേ, ഞാൻ എന്ത് തെറ്റിദ്ധരിക്കാനാ? അമ്മ പറയൂ. മോനെ, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അയാൾ വളരെ ആവേശപൂർവമായ ഒരു പെരുമാറ്റമായിരുന്നു എന്നോട്. ഞാൻ ഇത്രയും ആവേശം പ്രതീക്ഷിച്ചില്ല. കാര്യം എന്തിനും ഒരു സാവകാശം വേണമല്ലോ. ഇത് അങ്ങനെയായിരുന്നില്ല. പുലിയെപ്പോലെ ചാടി വീഴുകയായിരുന്നു. എനിക്ക് എതിർക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ആദ്യത്തെ 3-5 മാസം ഞാൻ ശരിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആരോട് പറയാനാ? വീട്ടുകാരോട് പറയാൻ പറ്റുമോ ഭർത്താവ് എൻ്റെ അടുത്ത് ഇങ്ങനെയാണെന്ന്? പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറഞ്ഞ് സാന്ത്വനിപ്പിക്കുമോ? അതൊക്കെ അങ്ങനെയാണ്. ആണുങ്ങളെ സഹിക്കണം, അതിനല്ലേ വിവാഹം എന്ന് പറയും. എന്നാലും സ്നേഹമായിരുന്നെങ്കിൽ ഓക്കെ. ഇത് സ്നേഹമൊന്നുമല്ല മോനെ. വരുമ്പോൾ തന്നെ കയത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആകാൻ തുടങ്ങിയത്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത അവസ്ഥയാണ്. വേണമെങ്കിൽ അദ്ദേഹം ഒരു നേരത്തെ ആഹാരം മാറ്റിവെക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നോ എക്സ്ക്യൂസ്. എങ്ങും പോകില്ല. അഥവാ ഇനി യാത്ര പോവുകയാണെങ്കിലും നൈറ്റിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെയും കൂടെ കൊണ്ടുപോകും. കാരണം ഒരു ദിവസം പോലും അങ്ങേർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. റെസ്റ്റ് എന്താണെന്ന് എനിക്കറിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്,
കുട്ടി ഉണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതിന് ബദൽ കാര്യങ്ങൾ നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. സത്യം പറഞ്ഞാൽ ഏകദേശം 1-2 മാസം മാത്രമേ ഞാൻ അടങ്ങിയിരുന്നിട്ടുള്ളൂ. അങ്ങേർക്ക് വേണ്ടി ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ അപ്പം പറയും നിന്നെയും കുട്ടി ഉപേക്ഷിക്കുമെന്ന്. അന്നത്തെ കാലമല്ലേ, എനിക്ക് പേടിയാണ്. വീട്ടുകാർ എന്നെ എന്ത് കരുതും, നാട്ടുകാർ എന്നെ എന്ത് കരുതും, ഉപേക്ഷിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് തന്നെയായിരുന്നു. എന്തായാലും ഈ നടുവേദന വരുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചത്. അപ്പോഴേക്കും കുറച്ച് പ്രായമൊക്കെ ആയില്ലേ, പല ബുദ്ധിമുട്ടുകളുമായി. ഇങ്ങനെ പറഞ്ഞ പോലെ ബദൽ സംവിധാനങ്ങൾക്കൊന്നും എനിക്ക് വയ്യ, നടുവേദന മാറുന്നില്ല. അങ്ങനെയായപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്ന് പറഞ്ഞു. സ്ഥിരം വഴക്കായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നെയും മകളെയും ആവശ്യമുള്ളത് തന്ന് ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. ഞാൻ മനസ്സിൽ തട്ടി പറഞ്ഞതൊന്നുമല്ല, പക്ഷേ അങ്ങേർ അതൊരു കാര്യമായിട്ടെടുത്തു. 2 മാസങ്ങൾക്കുള്ളിൽ പുള്ളി പറഞ്ഞു, എനിക്ക് വേറൊരു സ്ത്രീയെ ഇഷ്ടമാണ്, ഞാൻ അവരുടെ കൂടെ താമസിക്കാൻ പോവുകയാണെന്നും. ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. കാര്യം അങ്ങയുടെ സ്വഭാവം എനിക്കറിയാം, അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവിടെയും പോയി ഇവിടെയും വന്ന് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പുള്ളി പിന്നീട് തിരിച്ചു വന്നില്ല, അവിടെ തന്നെയായി. പിന്നെ ആവശ്യത്തിന് ക്യാഷും മറ്റു കാര്യങ്ങളുമൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പുള്ളി വിവാഹമോചനം തന്നില്ലെങ്കിലും അവിടത്തേക്ക് അങ്ങ് മാറിപ്പോയി. വിവാഹമോചനത്തിന് പുറകെ ഞാൻ പോയില്ല. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പൂർണ്ണമായും വിവാഹമോചനം നേടാത്തൊരു സ്ത്രീ ആയിരിക്കാം, കുറച്ച് ചെറുപ്പമാണ്. അങ്ങനെ ഞാനും ഭർത്താവും പിരിഞ്ഞു. മകളോട് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. വേറെ സ്ത്രീയെ കണ്ടു മോഹിച്ച് ഭർത്താവ് പോയി എന്ന രീതിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ മോളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ അവൾക്ക് പേടിയാകും. ഒന്നാമതേ എല്ലാ കാര്യത്തിലും മടിയും പേടിയുമാണ്. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമോനെ ഞാൻ സൂക്ഷിച്ച് അവളെ വളർത്തിയത്. വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് വലിയൊരു തലവേദനയായിരുന്നു. ഈ കഥകളെല്ലാം ഞാൻ മോൻ്റെ അമ്മയോട് കണ്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ മോൻ ഒരു പാവമാണ്, 2-3 പെണ്ണുങ്ങളെ പ്രേമിച്ച് അവന് തേപ്പ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം, അടങ്ങി ഒതുങ്ങി ഭാര്യയെ നോക്കി കഴിഞ്ഞോളൂവെന്ന്. ഞാനത് കേട്ട് ചമ്മി. എൻ്റെ മുഖഭാവം കണ്ട് അമ്മ ജസ്റ്റ് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതല്ലേ. പണ്ടത്തെ കാലത്ത് എനിക്കോ പ്രേമിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഇപ്പോഴത്തെ ആൾക്കാർ 10 പേരെ പ്രേമിക്കെങ്കിലും ചെയ്യട്ടെ. അതെന്താ അമ്മ 10 പേരെ? എടാ 10 ഞാൻ പറഞ്ഞത് ഒരലങ്കാരത്തിന് പറഞ്ഞതാണ്. കുറച്ച് പെരുമാറ്റൊക്കെ പ്രേമം ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആളെ, ഏറ്റവും ചേർന്ന ആളെ തിരഞ്ഞെടുക്കാമല്ലോ. പക്ഷേ അമ്മ, ഞാൻ 2-3 പ്രേമിച്ചിട്ടും എനിക്ക് ആ ആളുകളൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് പ്രേമിക്കാനോ ഒന്നിനും പോകാതെ അമ്മ സ്ട്രിക്റ്റായിട്ട് വളർത്തിയ അമ്മയുടെ മോളെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ മോളെ ഞാൻ സ്ട്രിക്റ്റായിട്ട് വളർത്തിയത് അമിതമായി ലാളിച്ചത് കൊണ്ടാണ്. അവൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുമാത്രമാണ്, അല്ലാതെ അവളെ 10 പ്രേമിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. സുന്ദരിയായ ഒരു പെണ്ണ്, ഇത്തിരി പൊട്ടും മട്ടുമാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മോളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈ അയച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവളെന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ, അതായിരുന്നു എൻ്റെ വലിയ പ്രശ്നം. അതുകൊണ്ട് ലാളനകളൊക്കെ മറ്റ് സൈഡിൽ മാത്രം, ഈ സൈഡ് ഞാൻ അങ്ങ് ഓഫ് ചെയ്തു. എന്തായാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിനക്ക് ആദ്യം കാണുമെന്ന് എനിക്കറിയാം. പതുക്കെ അവൾ ശരിയാകും അല്ലേ, ശരിയായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. സത്യം പറ മോനെ, ആദ്യകാലത്ത് അവളെ മാനേജ് ചെയ്യാൻ നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒത്തിരി മെച്ചപ്പെട്ടെന്നും അറിയാം. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവളെൻ്റെ മോളല്ലേ, എന്തെങ്കിലും പറയണോ? എന്നാലും അമ്മ അങ്ങനെ തറപ്പിച്ച് പറയാൻ എന്താ കാര്യം? അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ തെറ്റിദ്ധരിക്കരുത്. പിന്നെ അമ്മയ്ക്ക് തെറ്റിദ്ധാരണയാണല്ലോ. എന്താ അമ്മേ, അമ്മ പറ. ആദ്യമൊക്കെ ഭർത്താവിൻ്റെ ഷർട്ടും മറ്റു കാര്യങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത്ര ഇഷ്ടമല്ല. ഞങ്ങളൊക്കെ ഉപദേശിച്ചതിൻ്റെ പേരിലാണ് അതൊക്കെ കഴുകിക്കൊണ്ടിരുന്നത്. ജോക്കിയൊന്നും തൊടാൻ അവൾക്ക് ഇഷ്ടമേ അല്ല. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഭർത്താവിൻ്റെ ഡ്രസ്സാണ്, ഭാര്യമാർ ഇതൊക്കെ വളരെ സ്നേഹത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന്. അപ്പോൾ മുഖം കൂട്ടി അവൾ. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്നപ്പോഴില്ലേ, വെയിലത്തിടുന്നു, തിരിച്ചിടുന്നു, മറച്ചിടുന്നു, പിന്നെ തണലത്ത് കൊണ്ടുപോയി ഇടുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം പ്രശ്നമൊന്നുമില്ലേന്ന്. അപ്പോഴില്ലേ വല്ലാത്തൊരു ചിരി, ശൃംഗാരച്ചിരി. അപ്പം എനിക്ക് മനസ്സിലായി, സ്വർണം ഇഷ്ടപ്പെടുന്നവൾ സ്വർണം പൊതിഞ്ഞ പേപ്പറും ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനെ ഒരവസ്ഥയിലാണെന്ന്. അതുകൊണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ടെൻഷനും എല്ലാം ഒഴിഞ്ഞുപോയി. അവളുടെ ഇത്തിരി പൊട്ടത്തരമൊക്കെ നീ സഹിക്കുമെന്നും ഞാനും നോക്കിയപ്പോൾ കണ്ടു. ഞാനിത് നിൻ്റെ അമ്മയോട് പറയുകയും ചെയ്തു. എന്താ അമ്മ ഇത്? ചുമ്മാ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടുകാരികളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ
വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അയ്യടാ, നിങ്ങൾ രണ്ടുപേരുടെ പേഴ്സണൽ വിഷയങ്ങളോ? ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മക്കൾ തന്നെയല്ലേ, അല്ലാതെ പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലല്ലോ. നിങ്ങളുടെ കാര്യമല്ലാതെ പിന്നെ നാട്ടുകാരുടെ കാര്യമാണ് ഇങ്ങനെ പറയാനുള്ളത് എന്ന് ചോദിച്ച് അമ്മായിയമ്മ പെട്ടെന്ന് കയർത്തു. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അല്ലെങ്കിലും രണ്ട് പെണ്ണുങ്ങൾ, അതിപ്പോൾ അമ്മമാരാണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും പറയും. ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി അമ്മായിമ്മയോട് ചോദിച്ചു, അല്ല അച്ഛൻ ഇങ്ങനെ പോയല്ലോ, അത് കഴിഞ്ഞപ്പോൾ അമ്മ ഡിപ്രഷനായോ? ഡിപ്രഷൻ എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് പണം എവിടെ നിന്നുണ്ടാകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ പണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങേർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് റിലാക്സായി. കാര്യം പുള്ളിയുടെ രീതി എനിക്കെന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോനെ. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം, അല്ലാത്ത സമയത്ത് ആനന്ദമാകാം. ഇതിപ്പോൾ ഏകപക്ഷീയമല്ലേ മോനെ, അതുകൊണ്ടാണ് അത് എനിക്ക് ആശ്വാസമായത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ മോൻ്റെ അച്ഛനും മോൻ്റെ അമ്മയും തമ്മിലുള്ള മാതൃകാപരമായ ബന്ധം അപ്രതീക്ഷിതമായി അദ്ദേഹം പോയപ്പോൾ തകർന്നത് എനിക്ക് ഒത്തിരി വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ചേച്ചി എന്നോട് പഴയ കഥകളെല്ലാം പറഞ്ഞു. അച്ഛൻ ഭയങ്കര അടുപ്പമായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മോനുമുണ്ട്. അതുകൊണ്ട് ഭാര്യമാരെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് പുള്ളിക്കാരി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും മോൻ്റെ അമ്മ ചെറുപ്പമല്ലേ, വേണമെങ്കിൽ വേറെ വിവാഹമാകാം. പക്ഷേ പുള്ളിക്കാരിക്ക് സ്വന്തം ഭർത്താവല്ലാതെ വേറൊരാളെ ആലോചിക്കാനേ പറ്റില്ല. അങ്ങനൊരു ഭർത്താവിനെ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനൊരു പാർട്ട്ണറെ കിട്ടണം. എങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഒരു രസമുള്ളൂ. അല്ലാതെ എൻ്റെ ഭർത്താവിനെ പോലെ ചാടി വീഴുന്ന ഒരാളെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് റിലാക്സേഷനേ ഉള്ളൂ. അല്ല, അമ്മയും സുന്ദരിയും ചെറുപ്പക്കാരിയുമാണല്ലോ, അപ്പോൾ അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണം തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിന് ഞാൻ വിവാഹമോചിതയല്ലല്ലോ. വേണമെങ്കിൽ അമ്മയ്ക്ക് വിവാഹമോചിതയായിട്ട് വേറെ കല്യാണം നോക്കരുതായിരുന്നു. അമ്മ സുന്ദരിയാണ്, അതുകൊണ്ട് നല്ല സൗന്ദര്യമുള്ള അമ്മയെ സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ കിട്ടും. ഓ, എനിക്കത് വേണ്ട. എന്തിനാണ് വെറുതെ വയസ്സ് കാലത്ത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തലയിൽ വെക്കുന്നത്? അതും മോളെന്ന് സ്വതന്ത്രയായി ജീവിക്കുകയാണ്, അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഇനി അമ്മയ്ക്ക് ഒരു പാർട്ട്ണർ വേണം തോന്നാറുണ്ടോ? അതൊക്കെ ഇടയ്ക്ക് തോന്നും. എന്ന് വെച്ചിട്ട് ഗുലുമാലകൾക്കൊന്നും ഞാനില്ല, അതൊക്കെ പ്രശ്നമാകും. എൻ്റെ മോൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല. അവളെ തന്നെ പല കാര്യത്തിലും ഞാൻ നിയന്ത്രിച്ചു. അങ്ങനെ വളർത്തിയ ഞാൻ അവളുടെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ വേറെ ഒരാളെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളെന്നെക്കുറിച്ച് എന്ത് കരുതും? മോനെ, ഇപ്പം മുട്ടിന് വേദന വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്ത് നടക്കേണ്ടി വരും. മുട്ടിന് മുകളിൽ വേദന വന്നാലും നമ്മളത് അടക്കി പിടിക്കണം. വേദനകൾ അവിടെ ഇരുന്നോട്ടെ, ഇടയ്ക്കൊരു വിങ്ങൽ തോന്നും. ആ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ആനന്ദിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മുട്ടുവേദനയുടെ കാര്യം മാത്രമേ മനസ്സിലായുള്ളൂ. ഞാൻ ചോദിച്ചു, അമ്മയ്ക്കപ്പോൾ ശരിക്കും മുട്ടിന് വേദനയുണ്ടോയെന്ന്. അമ്മ എന്നെ ഒന്ന് പിച്ചി. ഞാൻ മുട്ടിന് വേദനയുടെ കാര്യമാണ് പറഞ്ഞത്. മുട്ടിന് മുകളിലുള്ള വേദനയുടെ കാര്യമല്ലേ? ആ വേദന അങ്ങനെ പോകില്ല. മുട്ടിന് വേദനയ്ക്ക് കുഴമ്പിട്ടാൽ പോകും, പക്ഷേ മുട്ടിന് മുകളിലുള്ള വേദന കുഴമ്പിട്ടാലൊന്നും മാറില്ല മോനെ. അസ്ഥിക്കുള്ളിലെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു, അങ്ങിരുന്ന് വിങ്ങുക എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്താടാ ഞാൻ കാര്യമായ എൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ നീ നിശബ്ദനായത്? അല്ല, അമ്മയ്ക്കിനി പുതിയൊരു ബന്ധത്തിന് താല്പര്യമില്ല, ആരെയും വേണ്ടാതാനും. പിന്നെ ഞാനെന്ത് പറയാനാണ്? അമ്മ സ്വയം സഹായ സഹകരണ സംഘവുമായി മുന്നോട്ട് പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലടാ, നിൻ്റെ അറിവിൽ ഏതെങ്കിലും ആളുകളുണ്ടോ? എന്താമ്മേ, എന്തിനാ? മുട്ടുവേദന മാറ്റാനാണോ? ആ, മുട്ടുവേദനയും മറ്റു വേദനയൊക്കെ ചികിത്സിക്കുന്ന ഏതെങ്കിലും വൈദ്യന്മാരുണ്ടോ? ആ, അമ്മ വല്ല സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ തുടങ്ങിയാൽ മതി. മുട്ടുവേദനയല്ല, സകല വേദനയും ചികിത്സിക്കുന്ന ആൾക്കാർ ഓടി വരും. ഒന്നും രണ്ടുമല്ല, 10,000. ഒന്ന് പോടാ, ഓരോരോ തോന്നിയാസം പറയാതെ. ശരിക്കും തോന്നിയാസം പറയാൻ തുടങ്ങിയത് അമ്മയാണ്. വെറുതെ നീ എന്നെ പ്രകോപിപ്പിക്കരുത്. അല്ലമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതാണിതിലെ പ്രധാന ചോദ്യം. എന്താടാ നീ ചോദിക്കും? അല്ല, അമ്മയുടെ നടുവേദനയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മാറിയത്. അവസാനം പുള്ളിക്കാരൻ പിരിഞ്ഞു പോകാൻ കാരണമായതും നടുവേദനയാണ്. ചികിത്സിച്ചിട്ട് ഒട്ടും മാറിയതുമില്ല. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് നടുവേദന പോയിട്ട് മുട്ടുവേദന ഉള്ളത് പോലുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓടുന്നു, ചാടുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. അമ്മ വേണമെങ്കിൽ തിരുവാതിര വരെ കളിക്കും. അമ്മയല്ലേ പറഞ്ഞത് അമ്പലത്തിൽ തിരുവാതിരയ്ക്ക് അമ്മ പോകുന്നുണ്ടെന്ന് കളിക്കാൻ? ആ, എനിക്കിപ്പോൾ നടുവേദനയൊന്നുമില്ല, മുട്ടിന് വലിയ പ്രശ്നമൊന്നുമില്ല. എന്താ അമ്മേ, എങ്ങനെയാണ് അത് മാറ്റിയത്? ചികിത്സിച്ച് മാറ്റിയോ? എവിടെയാണ് പോയത്? ഒത്തിരി ഇടത്ത് ചികിത്സിച്ചല്ലോ.
ഞാനെങ്ങും പോയില്ലടാ. അങ്ങേരി പോയതോടുകൂടി എൻ്റെ നടുവേദനയും മാറി. അതെന്ത് അത്ഭുതം. ആ, അങ്ങേരായിരുന്നു ശരിക്കും എൻ്റെ നടുവേദനയുടെ കാരണം. എന്ന് വെച്ചാൽ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പൊന്നു മോനെ, നിന്നോട് പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഇനി വ്യക്തമായിട്ട് പറയണോ? അങ്ങേരുടെ കയ്യിലിരിപ്പോണ്ടാടാ എനിക്ക് അത്രയും പ്രശ്നമുണ്ടായത്. ഈ നടുവേദന ഉണ്ടായത് അതുകൊണ്ടാണ്. നമ്മളത് അറിയാതെ എന്തെന്നറിയാമോ, എവിടെയെങ്കിലും പോയി ചികിത്സിച്ച് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടോ? നീ പറ. നടുവിന് വേദനയ്ക്ക് കാരണമായ കാര്യങ്ങൾ പിന്നെയും സംഭവിക്കുമല്ലേ? ഞാനും ഇത് പിന്നീട് തിരിച്ചറിഞ്ഞു. എന്ത് ചെയ്യാനാ? പക്ഷെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നടുവേദനയും പോയി. അപ്പോൾ അമ്മേ, നടുവേദന ഉണ്ടാക്കാത്ത ഒരാൾ, അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അത് നടക്കുന്ന കാര്യമല്ല. ഏറ്റവും കാര്യങ്ങളൊക്കെ അയാളോട് പറയണ്ടേ? അങ്ങനെ ആരിയ്ക്കുന്നു? ഞാൻ ആൾക്കൂടി പറഞ്ഞിട്ടുള്ളത് നിന്നോടാണ്. ഇനി അമ്മ മറ്റാരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞു നോക്കണം. ഗുണമുണ്ടായാലോ? ഒന്ന് പോടാ എന്ന് പറഞ്ഞു അമ്മായിയമ്മ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ വീട് എത്താറായപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ നിന്നോട് കഥകളെല്ലാം പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന്. അമ്മ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നെ എനിക്ക് ഒരു ഉദ്ദേശവുമില്ലാതെ ഇത്രയും തുറന്ന് നിന്നോട് ഞാൻ ആദ്യം മുതലേ സംസാരിക്കുമോ? അപ്പോൾ അമ്മ മനഃപൂർവ്വം വലയെറിയുകയായിരുന്നു. എന്തിനാണ് വലയെറിയുന്നത്? ആദ്യം കണ്ടപ്പോൾ മുതലേ നീ എന്നെ നോക്കുന്ന നോട്ടം അതെൻ്റെ മനസ്സിൽ നന്നായിട്ട് തറച്ചിട്ടുണ്ട്. ഞാനെന്തായാലും ഒരു പുരുഷൻ്റെ കൂടെ ഇത്രയും നാളെ ജീവിച്ചതല്ലേ. നീ സത്യം പറ, അമ്മയെപ്പോലെ തന്നെയാണ് നീ എന്നെ കാണുന്നത്. നീ എന്നെ സൗന്ദര്യപരമായിട്ട് ഒന്നളന്ന് നോക്കാറില്ലേ? എപ്പോൾ കണ്ടാലും. സത്യം പറഞ്ഞോളം, നിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രശ്നം? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉത്തരം നിനക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്ക്. എന്നിട്ട് പറ്റുമെങ്കിൽ അമ്മയോട് പറ. ഞാനെന്തിനാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ട് പുറമേ അതിൻ്റെ കവറും തേടി നടക്കുന്നത്? അമ്മേ, ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകില്ലേ? പ്രശ്നമാകില്ലേ ഫാമിലിയിൽ? എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. പിന്നെ നിൻ്റെ ഭാര്യ, അവളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മോള്, ബാക്കി ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ? എൻ്റെ അമ്മയോട് ചിലപ്പോൾ അമ്മ പറഞ്ഞാലോ? എടാ, നിൻ്റെ അമ്മയാണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെയൊരു ക്ലൂ ഇട്ടു തന്നത്. എൻ്റെ അമ്മയോ? നിൻ്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ പുള്ളിക്കാരുടെ ഹസ്ബൻഡിനോടുള്ള ഒരു മമത മൂലം പുള്ളിക്കാരി എല്ലാം ഒന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാലില്ലേ, കോളേജ് പിള്ളേരുടെ മനസ്സാണ് മോൻ്റെ അമ്മയ്ക്ക്. എന്നോട് പറഞ്ഞു, ഇനി മരുമകൻ നിന്നോട് അടുത്തങ്ങ് പെരുമാറുകയാണെങ്കിൽ നീ എന്തിനടി നോക്കി നിൽക്കുന്നത്? ഒരു പ്രശ്നവുമില്ല. 3 പെണ്ണുങ്ങളെ പ്രേമിച്ചവൻ. അതുകൊണ്ട് ഇളിക്കും മുള്ളിനും കേടില്ലാതെ നീ മുന്നോട്ട് പോയാൽ നിനക്ക് മരുമകനെ മാത്രമല്ല മറ്റ് പല മെച്ചവും ഉണ്ടാകുമെന്ന് നിൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു മോനെ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥകളൊക്കെ തുറന്ന് നിന്നോട് പറഞ്ഞത്. എനിക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളത് നീ 1 മാസത്തിനുള്ളിൽ മറുപടി തരണമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അമ്മായിമ്മ എന്നോട് ഇങ്ങോട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട്, എനിക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. ഈ രീതിയിലാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു പുരുഷനിൽ നിന്ന് ഞാൻ എന്തൊക്കെ സമീപനങ്ങളാണ് പ്രതീക്ഷിച്ചത്, ഇതെല്ലാം നോട്ടായിട്ട് എനിക്ക് അയച്ചു തരും. എന്നിട്ടൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ സ്റ്റെപ്പുകളെല്ലാം നീ പഠിച്ചല്ലോ, ഇനിയെങ്കിലും വന്ന് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ. മോനെ, ഒരു പ്രോബ്ലമുണ്ട്, 6 മണിക്ക് വരണമെന്ന് പറഞ്ഞ് ഒരു ദിവസം മെസ്സേജ് അയച്ചു. അവളെ കൂട്ടണ്ടായെന്നും പറഞ്ഞു. എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുന്നും പിന്നും യാതൊരു വിധത്തിലുമുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. അമ്മായിമ്മ തന്ന നോട്ട്സ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ആ പ്രോബ്ലം നന്നായി സോൾവ് ചെയ്ത് റിസൾട്ട് കറക്റ്റാക്കാൻ ഒത്തിരി ഉപകരിച്ചു. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. 2 വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് വലിയ മാനസികമായ പൊരുത്തം ഉണ്ടാകണമെന്നില്ല, മറ്റു പൊരുത്തങ്ങളും ഉണ്ടാകണമെന്നില്ല. പക്ഷേ എല്ലാം പറഞ്ഞ് അതിപ്പോൾ പ്രായവ്യത്യാസമൊന്നുമില്ല മാഡം. സത്യം പറഞ്ഞാൽ വിവാഹ ജീവിതത്തേക്കാൾ എത്രയോ മനോഹരമായ നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാം ഒരു ഞാണിന്മേൽ കളിയാണെന്ന് എനിക്കറിയാം. 2 വഞ്ചിയിൽ കാല് വെക്കുകയാണെന്ന് മാഡം പറയാറില്ലേ? അത് തന്നെയാണ്. എന്നാലും അതിലൊക്കെ ഒരു അർത്ഥമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇത് കേട്ടിട്ട് മാഡം എനിക്കൊരു മറുപടി തരണം.
ഇതിലെ കഥ പോസിറ്റീവ് അല്ലെങ്കിലും ഇതിനകത്തൊരു കണ്ടന്റ് പോസിറ്റീവാണ്. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ തുറന്ന് സംസാരിക്കണം. രണ്ട് കൂട്ടരുടെയും ഇഷ്ടങ്ങളും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനും അത് സോൾവ് ചെയ്യാനും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയി നിലകൊള്ളുക, അതാണ് ബന്ധം മനോഹരമാക്കുന്നത്. പക്ഷേ നിങ്ങളത് റോങ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട് കുറച്ചുകൂടി തുറന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ന്യൂനതകളൊക്കെ ഒന്ന് പരിഹരിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനോഹരമാക്കേണ്ട ബന്ധം അതല്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്? അതല്ലേ ശാശ്വതം? ആ വഴിക്ക് പോയി ഈ ഗുലുമാലകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖമായി ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.